ഹലോ, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ അമ്മുമ്മയ്ക്ക് ഒരു സർപ്രൈസായിട്ട് കൊണ്ടുപോയ ഒരു സ്ഥലമാണ്. വേറെ എവിടെയല്ല, നമ്മുടെ തൃശ്ശൂർ സൂവിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇത്ര വലിയ സർപ്രൈസായിട്ട് കൊണ്ടുപോയത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെറുതാണ്, നിസ്സാരാണെന്ന് തോന്നുന്നതൊക്കെ ബാക്കി പലർക്കും ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അമ്മുമ്മേനെ സംബന്ധിച്ച് ഇങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള സമയത്ത് കൊണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം തിരക്കൊന്നുമില്ല, വർക്കിംഗ് ഡേ ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ്, ഒരു 4 മണിക്കൊക്കെ ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നല്ല വെയിലും ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമുക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ശിവനെയും കൊണ്ട് ആ ഒരു രാവിലെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ട് ഈവനിങ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈവനിങ് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, ഉച്ചവരെ കണ്ടേ ഉള്ളൂ അത്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല, നമ്മൾ സൂ മാത്രമേ കണ്ടുള്ളൂ. അതുമാതിരി തന്നെ ഇപ്പോൾ ഇവിടുന്ന് പുത്തൂർക്ക് മാറ്റുകയാണ് എന്നൊക്കെ കേട്ടല്ലോ. അപ്പോൾ അത്യാവശ്യം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന ഇപ്പോൾ കരടി, അതുമാതിരി തന്നെ വൈറ്റ് പീക്കോക്കിനൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. എന്നാലും അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്കും ശിവനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ കുറേ ഐറ്റംസിനെ കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് തത്ത, ആഫ്രിക്കൻ തത്ത, ചാരത്തത്ത അങ്ങനെ കാറ്റഗറിയിൽ പെടുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ആളുടെ പേര് റിയ എന്നാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ ഒട്ടക പക്ഷിയുടെ ഒക്കെ ഒരു വകഭേദം മാതിരിയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ശിവുവിന് ഇങ്ങനെ ഓട് ഈ പരിപാടിയായിരുന്നു. അവന് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കണ്ടില്ല. അവൻ ആകെ അവിടെ ഇഷ്ടപ്പെട്ടത് പാമ്പുകളെയാണ് കേട്ടോ. ബാക്കിയെല്ലാം കാണുമ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റോ താല്പര്യമൊന്നും കാണിക്കുന്നത് കണ്ടില്ല. അപ്പോൾ അടുത്ത പക്ഷിയുടെ പേര് കന്യാസ്ത്രീ കൊക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പേര് അന്വർത്ഥമാക്കും വിധത്തിലാണ് അതിൻ്റെ ഒരു ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇവരുടെ ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 മുതൽ 25 വർഷം വരെയാണ്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ ഇവിടെ വന്നിട്ട് വളരെ പെട്ടെന്ന് കണ്ടത് ചക്കയാണല്ലേ. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് അവിടെ മൃഗങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് അമ്മൂമ്മ ആദ്യം കണ്ടത് ഈ ഒരു പ്ലാവിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന ചക്കകളാണ്. ആ പ്ലാവ് നിറച്ച ചക്കകൾ തന്നെയായിരുന്നു കേട്ടോ. ആര് കണ്ടാലും ഒന്ന് നോക്കി പോവും അങ്ങനെ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു പരുന്താണ്. പരുന്തിൻ്റെ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ ജീവികളുടെയും അവരുടെ ലൈഫ് സ്പാൻ ആണെങ്കിലും അതുപോലെ എവിടെ കാണപ്പെടുന്ന ബാക്കി ഒരു ബേസിക് ഇൻഫോ കാര്യങ്ങളൊക്കെ കൂടുകളുടെ മുമ്പിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞ് ഗാർഡൻ മാതിരി, അതായത് ശതാവരി അതുമാതിരത്തെ ആയുർവേദ ഔഷധ സസ്യങ്ങളൊക്കെ വളർത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് ഗാർഡൻ മാതിരി കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പോയില്ല, അത് തീരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ മുള്ളംപന്നീനെ കാണാൻ പോവാണ് കേട്ടോ. മുള്ളംപന്നി, പിന്നെ ഇപ്പുറത്തെ കുറുക്കനും കാര്യങ്ങളൊക്കെയാണ്. വിളിച്ചു കൂട്ടുപോയി വിളിച്ചു. വണ്ടിയിൽ വരുമ്പോൾ കുറുക്കര അതെ, അതവിടെ എഴുതിയിട്ടുണ്ട്. അത് കുറുക്കനാട്ടോ, കുറുനരിയല്ല. മാറ്റിണ്ടാവും അല്ലേ. ഈ ഒരു കിടങ്ങിലൊക്കെ മുന്നേ ഞാൻ പോണ സമയത്തൊക്കെ കരടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിലും കുറുക്കനെ കാണണേ. ഒരുപാട് കൂടുകളിൽ കുറുക്കനെ തന്നെ അവർ റീപ്ലേസ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ അത് മ്യൂസിയമാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, സമയം കഴിഞ്ഞ കാരണം കൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. 2:30 വരെ എന്തോ ആണ് തോന്നുന്നു അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാലാണ് അതിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ കാണുന്നത് മാനാണ് കേട്ടോ. മാനും ഈ പറഞ്ഞ മാതിരി ഒരുപാട് കണ്ടായിരുന്നു. വേറെ വേറെ കൂടുകളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്, അതായത് കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും കുഞ്ഞു കുട്ടികളെയൊക്കെ അവർ മാറ്റിയിട്ടിരിക്കുക. കൊമ്പുള്ളതൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടികൂടി കുത്തൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ മാറ്റിയിട്ടിരിക്കുക തോന്നുന്നു. ശിവു ഒട്ടകപക്ഷി
അവിടെ കണ്ട കൂടുകളുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടിട്ട് വരും. അങ്ങനെ നിങ്ങളിപ്പോൾ അവളുടെ മാത്രം ഫോട്ടോ എടുക്കണ്ട. എന്നാ അവൻ എന്തോ അപ്പോൾ ഒട്ടകപക്ഷി കാര്യമായിട്ട് ഉറുമ്പുകളെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ 4:30 വരെ ഉള്ളൂ എന്ന് അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോണും കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് കയറ്റാൻ പാടില്ല എന്നും കണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ മാനുകൾ തന്നെയാണ്, മീൻസ് വലിയൊരു കൂടിൽ ഒരുപാട് മാനുകൾ തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നൈസായിട്ട് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ തിരക്കില്ലാത്ത കാരണം കൊണ്ടും പിന്നെ നടക്കാനൊക്കെ നമുക്ക് നല്ല സുഖമായിരുന്നു, വെയിലാറിയത് കൊണ്ടും. അപ്പോൾ ശിവുവിനെ നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ അടുത്തത് എമു ആണ് കേട്ടോ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എമു ആണ്. അവിടെയും ഞാൻ പറഞ്ഞ മാതിരി തന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആണില്ല തോന്നുന്നു. ദേ ഇങ്ങോട്ട് ബാ. തെച്ചി നോക്കൂ, നല്ലതാണല്ലോ ഇവിടെ. തെച്ചി നോക്കുമ്പോൾ തെച്ചില്ലേ ഇത്? അശോക തെച്ചി അല്ല, അശോകാണ് ഇത്, അശോകം. അപ്പോൾ അവിടെ നമ്മൾ മാനുകളും അതുപോലെ തന്നെ ഹിപ്പോപ്പൊട്ടാമസും മാത്രമാണ് ഉള്ളത് കേട്ടോ ആ ഭാഗത്ത്. പിന്നെ ഇത് നാഗലിംഗ മരം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ നാഗത്തിൻ്റെ ഒരു ഇതായിട്ട് ആ ഒരു ഷേപ്പിലാണ് ആ മരത്തിലെ പൂക്കളും കായകളൊക്കെ. പിന്നെ നല്ല പേരാല് എന്നല്ലേ, അരയാലോ പേരാലോ എന്തോ സംഭവം അവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നത്, അവിടെ തന്നെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളെ മാത്രം ഞാൻ കണ്ടുള്ളൂ. വേറെ അപ്പുറത്തെ പോണ്ടിൽ ഒരെണ്ണം എന്തോ ഒരു നിഴൽ മാതിരി കണ്ടു, അതല്ലാതെ വേറെ ഒന്നിനെയും കണ്ടില്ല. ഈ ഒരു പോണ്ടിൽ ഈ ഒരു പുറം കാണുന്നുണ്ടല്ലോ നിങ്ങൾ, എന്നെ അല്ല കേട്ടോ, അപ്പുറത്ത് ഒരു ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, അതിനെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ അതിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇത്ര അരനേട്ടം കണ്ടായിരുന്നു, എനിക്ക് എത്ര നോക്കിയിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ശിവു വീണ്ടും ഓടാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഇതേ കിടക്കുന്ന താഴത്ത്. അപ്പോൾ വീണ്ടും അരനേട്ടൻ എടുത്ത് കയ്യിൽ തന്നെ പിടിച്ചു കേട്ടോ. കാരണം അവൻ ഇറക്കി വിട്ടതിൻ്റെ ആക്രാന്തത്തിൽ ഓടുകയാണ്, മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞാൽ വീഴില്ല. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഇവിടെ പാർക്കിൻ്റെ ആ ഭാഗത്ത് എത്തിയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ മുമ്പിലെത്തിയതും അവർ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഡോറ് ക്ലോസ് ചെയ്തു ഗൈസ്. 5:15 വരെയോ 5 മണി വരെ എന്താണ് പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളൂ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ തന്നെ എഴുതിയിട്ടിട്ടുണ്ട് 10 മണി മുതൽ 5:15 വരെയാണെന്നുള്ളത്. 5:15 വരെ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് 5:15 അതിൻ്റെ മുമ്പിലെത്തിയത്. ഭയങ്കര പങ്ക്ച്വൽ ആയതുകൊണ്ട് തന്നെ അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ ഇതിൽ ഒരു മുന്നേയൊക്കെ ഞാനൊരു മുതലേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നോക്കിയപ്പോൾ ഒരു ആമേനെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അതിലുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. മുതലയാണോ ചീങ്കണ്ണിയാണോ എന്നറിയില്ല. എന്തൊരു സംഭവത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ പോയ സമയത്ത്. പിന്നെ അതേ കുറച്ച് കൊക്ക് വർഗ്ഗത്തിൽപ്പെട്ട കുറച്ച് ഐറ്റംസാണ് അവിടെ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ ഇങ്ങനെ എന്തോ പീരങ്കി മാതിരി കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തിയിട്ടൊക്കെ കണ്ടു. ഈ ഭാഗത്തൊക്കെ നല്ല തണലാട്ടോ, നടക്കാനായിട്ട് നമുക്ക് നല്ല സുഖമാണ്. പിന്നെ ഇത് വീണ്ടും മാനുകളാണ്. ഇത് പുള്ളിമാനാണ്. നമ്മൾ നേരത്തെ കണ്ടതൊന്നും പുള്ളിമാനല്ല, വെറുതെ കലമാനോ അങ്ങനെ എന്തോ കൊമ്പുകൾ ഉള്ള ഐറ്റായിരുന്നു, പുള്ളികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു മിഥുൻ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. പശുവിനെ മാതിരി തോന്നണ ഒരു മൃഗമാണ്, മിഥുൻ എന്നാണ് പേര്. അതും അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. മീൻസ് അവരുടെ കാര്യങ്ങൾ എന്തിനാണ് പാലിനും മാംസത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു ഐറ്റത്തിനെ വളർത്തണത് എന്നൊക്കെ. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട്. പുള്ളിമാൻ നല്ല കൊമ്പൊക്കെയുള്ള പുള്ളിമാനാണ്. മാനുകൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ, മാനുകളെ കുറേ കണ്ടു. പിന്നെ ഇവിടെ കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് പുറത്ത് എഴുതിയിട്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല തോന്നുന്നു, കാരണം ഡോറൊന്നും ഓപ്പൺ ആയിട്ട് കണ്ടില്ല. വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ പുറത്തുനിന്ന്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം, അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ഈ കാണുന്നത് ഒരു 3D തിയേറ്ററാണ്. പക്ഷേ ഇതും ഓപ്പൺ അല്ല. മേ ബി എന്നത്തേക്കുമായി ക്ലോസ് ചെയ്തതാണോ എന്നറിയില്ല. ഞാൻ മുന്നേ പോയപ്പോഴും അത് ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം വന്നിട്ട് ഈ മൃഗങ്ങൾക്കൊക്കെ തീറ്റ പ്രിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി കാണാൻ പോകുന്നത് നമ്മൾ പുലീനെയും കടുവേനെയൊക്കെയാണ്. അപ്പോൾ ഇതേ കണ്ടോ, ഒരു വലിയ ആൾ കിടന്നുറങ്ങുകയാണ് നല്ല സുഖമായിട്ട്. അപ്പോൾ ഇത് കടുവയാണ് കേട്ടോ. അപ്പോൾ ആൾ എണീക്കണമെന്നും കണ്ടില്ലായിരുന്നു, ആൾ ഭയങ്കര ക്ഷീണത്തിലാണ് തോന്നുന്നു.
തോന്നുന്നു. മീൻസ് ഉച്ച സമയമാണല്ലോ, അതിൻ്റെ ക്ഷീണമായിരിക്കാം. പിന്നെ ഇവിടെ പുതിയതായിട്ട് കൊടന്ന കടുവേനെ സൂക്ഷിച്ചിരിക്കുന്നതാണ് അത്ര. മീൻസ് ആ കടുവ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാമായിരുന്നു, മീൻസ് ആ സൈഡിൽ കൂടെ. പക്ഷേ വീഡിയോയിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലും ഒരു കടുവുണ്ട്, അതും അറ്റത്തെ കിടക്കണേ. അങ്ങനെ സൂം ചെയ്തിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് പോകുമ്പോൾ മീൻസ് കാണുന്ന സമയത്ത് കണ്ടായിരുന്നു. അടുത്തത് ഒരു ചീങ്കണ്ണിയാണ് കേട്ടോ കിടക്കുന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിനി ഇത് പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, കാരണം ആകെ ക്ലാവ് പിടിച്ച മാതിരിയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ആ മുമ്പിലും എന്താ പറയുക, മൂക്ക്, ആ ഭാഗങ്ങളൊക്കെ. പിന്നെ അനങ്ങണവും ഇല്ല, ഭയങ്കര കാമായിട്ട് കിടക്കുന്ന. ഇങ്ങനെ തന്നെയായിരിക്കും മേ ബി അവരുടെ പ്രകൃതം. ചീങ്കണ്ണിയായിരുന്നു. അങ്ങനെ എന്തോ ഒരാല്. ഓഹോ മലമ്പ ഉരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എവിടെ ഉടുമ്പ് കണല്ലേ ആ കല്ലിൻ്റെ ഇടയിലാണ്. അപ്പോൾ പാമ്പുകളുടെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പാമ്പുകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബാക്കി ഇത്രയും മൃഗങ്ങൾ കണ്ടതിൽ അവന് കുറച്ചധികം എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നത് അവരെ തന്നെയാണ്. അതിനുശേഷം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പോവാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, പുത്തൂർക്ക് മാറ്റുന്നതിന് മുമ്പൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.